നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനീഷ്യസ് വിഷയത്തിൽ നിലനിന്നിരുന്ന പ്രശ്നം റയൽ മാഡ്രിഡ് പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. സ്കൈ സ്പോർട്സിൻ്റെ റിപ്പോർട്ടർ ഫ്ലോറിൻ പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിനീഷ്യസും റയൽ മാഡ്രിഡും തമ്മിൽ തത്വത്തിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പൽ ഈസ് ഇൻ പ്ലേസ്. ലോങ് ടേം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താതെ ഇങ്ങനെ കിടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു. എന്നാൽ ഫൈനലായി അത് സൈനിങ് ഒന്നും നടന്നിട്ടില്ല. ഫൈനൽ ഡീറ്റെയിൽസ് സ്റ്റിൽ നീഡ് ടു ബി സോർട്ടഡ് ഔട്ട് എന്നാണ് ഫ്ലോറിൻ പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സംഗതി വളരെ ക്ലിയറാണ്. വിനി അവിടെ തന്നെ തുടരും. എന്നാൽ കിലിയൻ എംബാപ്പെ വിൽ റിമൈൻ ദി ടോപ്പ് ഏണർ ഇൻ ദി സ്ക്വാഡ് ഓഫ് റയൽ മാഡ്രിഡ്. അതിന് മാറ്റം ഉണ്ടാവില്ല. റയലിൻ്റെ സ്ക്വാഡിലെ ടോപ്പ് ഏണറായിട്ട് കിലിയൻ എംബാപ്പെ തന്നെ ആയിരിക്കും. അപ്പോൾ എംബാപ്പയേക്കാൾ കുറഞ്ഞ സാലറി ആയിരിക്കും വിനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ ഫ്ലോറിൻ പ്ലറ്റൻബർഗിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇൻ ദി നെഗോസിയേഷൻസ് വിത്ത് വിനി ജൂനിയർ ഓവർ എ ന്യൂ ലോങ് ടേം കോൺട്രാക്ട് ആൻ എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പൽ ഈസ് ഇൻ പ്ലേസ്. ഫൈനൽ ഡീറ്റെയിൽസ് സ്റ്റിൽ നീഡ് ടു ബി സോർട്ടഡ് ഔട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. ഇതിൽ ഒരു സംഗതി ഉള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ വിനിക്കെതിരെ ആരാധകരുടെ കൂവലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ വിനിക്കെതിരെ ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്ലോറന്റീനോ പെരസ് പറഞ്ഞു, വിനി എന്നുള്ളത് എൻ്റെ വിഷയമാണ്, ദാറ്റ്സ് മൈ ബിസിനസ്, ഞാൻ നോക്കിക്കോളാം, വിനിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വിനിയോട് അത്രയധികം താല്പര്യമുണ്ട്. വിനിക്ക് ഇനിയും ക്ലബ്ബിൽ ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് എന്ന് തന്നെ ഫ്ലോറന്റീനോ പെരസ് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വിനി അവിടെ തുടരും. കുറച്ചധികം നാളുകൾ അവിടെ തന്നെ ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.